ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദേവമംഗലത്ത് ബാലനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്തേക്ക് ഗോമതി ചെല്ലുക. അപ്പോൾ ഗോമതിയുടെ വിഷമം കാണുമ്പം ബാലൻ പറയും, നമ്മുടെ കുടുംബത്തിന് ഇത്രയും വലിയ ദുരന്തം സംഭവിച്ചല്ലോ ഗോമതി എന്ന് പറയാണ്. ആനന്ദ് അവൻ വല്ലാതെ മാറിപ്പോയി ബാലേട്ട, അവൻ്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരം തന്നെയാണ്. ഇപ്പം നമ്മളോടൊക്കെ അവന് ദേഷ്യമാണ്, ദേവിമോളോടും ദേഷ്യമാണ്. ഇന്ന് അവൻ ദേവിമോളോട് ദേഷ്യപ്പെടുന്ന കണ്ടിട്ട് ഞാൻ അവരുടെ റൂമിലേക്ക് കയറി ചെന്നപ്പം എന്നോട് പോലും അവൻ ദേഷ്യപ്പെട്ടു. ബാലേട്ടൻ അറിയാവോ, അവൻ എന്നെ നിങ്ങളെന്നാ വിളിച്ചത് എന്ന് പറയാം. ഗോമതി, നീ അതൊന്നും കാര്യമാക്കണ്ട. നമ്മുടെ മോൻ്റെ അവസ്ഥ നമുക്കറിയാലോ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും അതൊക്കെ മനസ്സിലൊതുക്കി ജീവിക്കുന്നവനായിരുന്നു അവൻ. എന്നിട്ടിപ്പം അവൻ ഇതുപോലെ തകർന്നു പോകണമെങ്കിൽ ആ കുഞ്ഞിനെ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്ന ഒരച്ഛനാ അവൻ. അവൻ്റെ അവസ്ഥ കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്ക് പോലും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ്റെ കാര്യം എങ്ങനെയാ? എങ്കിലും ബാലേട്ട, അവൻ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് ദേവിയെ എന്തുമാത്രം ബാധിക്കും. പാവം ദേവി, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടിപ്പം അവളും നമ്മളും എല്ലാം അവൻ്റെ മനസ്സിൽ പ്രതിപട്ടികയിലാണ് നിൽക്കുന്നത് എന്ന് പറയാം. അവനോട് സത്യങ്ങൾ പറയാത്രത്തോളം കാലം അവൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയവരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടും. ആ ദേഷ്യമാണ് നമ്മളോടും ദേവിയോടും ഒക്കെ കാണിക്കുന്നത്. പക്ഷെ എങ്ങനെയെങ്കിലും നമുക്ക് ദേവിയോടുള്ള ദേഷ്യം മാറ്റിയെടുക്കണം. ആ കുട്ടി ആകെ തകർന്നിരിക്കുക, സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയ ഒരമ്മയാണ് അവള് എന്ന് പറഞ്ഞ് ബാലൻ കരയാണ് കേട്ടോ. അപ്പോൾ ബാലൻ്റെ സങ്കടം കാണുമ്പം ഗോമതി പറയും, എല്ലാം ശരിയാവും ബാലേട്ട. എവിടെ ശരിയാകാൻ? ഇതിനൊക്കെ ഒറ്റ ഒരുത്തിയ കാരണം അനു. അവൾക്ക് എങ്ങനെ തോന്നി ഗോമതി ഇത്രയും വലിയൊരു ചതി നമ്മളെല്ലാവരോടും ചെയ്യാൻ? എന്തുമാത്രം സ്നേഹിച്ചതാ അവള്. എന്നിട്ട് അവൾക്ക് ഈ ലോകത്ത് വേറെ ആരെ സ്നേഹിക്കാൻ കിട്ടിയില്ലേ? കൃഷ്ണമംഗലത്തെ അലോകിനെ തന്നെ അവളെ സ്നേഹിച്ചതുപോലും ചതിക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കുടുംബത്തെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ആ ചെറുക്കനുള്ളൂ. അതുകൊണ്ടല്ലേ അന്ന് പൂജ ചെയ്യാൻ സമയത്ത് നിന്നെ എങ്ങനെയെങ്കിലും കൊല്ലാൻ പോലും അവൻ നോക്കിയത്. ഇതൊന്നും അവൾക്ക് മനസ്സിലാക്കാതെ അവനെ തന്നെ സ്നേഹിച്ച് ഈ കുടുംബത്തെ ഇതുപോലെ ഒരു പടുകുഴിയിലേക്ക് ചാടിക്കാൻ നമ്മൾ വളർത്തിയ നമ്മളെ സ്വന്തം മോക്ക് എങ്ങനെ സാധിച്ചു എന്ന് ബാലൻ ഗോമതിയോട് ചോദിക്കുക. അപ്പോൾ ഗോമതിക്ക് ഇതിനൊന്നും മറുപടിയില്ല കേട്ടോ. ഗോമതി ആകെ സങ്കടപ്പെട്ട് ബാലനൊപ്പം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ ആ കുഞ്ഞിനെയും കൊന്നു. എന്നിട്ട് എന്തൊക്കെയാണ് അവൾ ചെയ്തു കൂട്ടിയത്? ഈ കുടുംബത്തിൽ സംഭവിച്ച എല്ലാ നഷ്ടങ്ങൾക്കും കാരണക്കാരി നമ്മുടെ മകൾ ഒറ്റ ഒരുത്തിയ. ദേവിമോൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതിന് കാരണക്കാരിയും അവളാ അനുശ്രീ എന്ന് പറയണേ. അപ്പോൾ ബാലൻ ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അവരുടെ റൂമിൻ്റെ വാതിക്കൽ അനുവും നിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ വാക്കുകൾ അനുവിനെ ഒരുപാട് വേദനിപ്പിക്കുകയാണ്. തൻ്റെ അച്ഛനോടും അമ്മയോടും ഈ കുടുംബത്തോടും താൻ ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാ ചെയ്തത്. താൻ കാരണം ഒരു കുഞ്ഞു പോലും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. താനൊരു കൊലപാതകയാണ് എന്നൊക്കെ അനു മനസ്സിൽ പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ. എനിക്ക് ജീവിക്കാൻ പോലും തോന്നുന്നില്ല ഗോമതി. ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ ഇക്കണ്ട കാലം മുഴുവൻ ജീവിച്ചേ. എന്നിട്ട് അവർ തന്നെ നമ്മളോട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പം പിന്നെ എങ്ങനെയാണോ ജീവിക്കുന്നത്? അനു അവളെ എന്തുമാത്രം സ്നേഹിച്ചതാ. അവൾക്ക് ഇങ്ങനൊരു ചതി ചെയ്യാൻ എങ്ങനെ തോന്നി? ദേവിയുടെയും ആനന്ദിനെയും ആ കുഞ്ഞിനെയും കൊന്നില്ലേ? എന്നിട്ട് ആനന്ദിൻ്റെ അവസ്ഥ എന്താ? ദേവിമോളുടെ അവസ്ഥ എന്താ? ഇതിനെല്ലാം കാരണക്കാരി അവൾ ഒറ്റ ഒരുത്തിയല്ലേ? ബാലേട്ടൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് സ്വയം വേദനിക്കല്ലേ ബാലേട്ട എന്ന് അപ്പോൾ ഗോമതി പറയും. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഗോമതി? എൻ്റെ സങ്കടങ്ങൾ തന്നോടെങ്കിലും ഒന്ന് പറഞ്ഞ് ഞാനൊന്ന് ആശ്വസിക്കട്ടെടോ എന്ന് പറയണം കേട്ടോ. അപ്പം അച്ഛൻ്റെ അമ്മയുടെയും വാക്കുകൾ കേട്ട് വേദനിച്ച് അനു സ്വന്തം റൂമിലേക്ക് പോവാണേ. താൻ ജീവിക്കാൻ പോലും അർഹതയല്ല. തൻ്റെ കുടുംബത്തിലെ സർവ്വനാശത്തിനും കാരണം താൻ ഒറ്റൊരുത്തിയ. ഏട്ടനും ഏടത്തിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം വരുത്തിയത് താനാ. ഇനി ഈ കുടുംബത്തിൽ ആരുടെ മുഖത്ത് നോക്കാനും എന്നെക്കൊണ്ട് സാധിക്കില്ല. എൻ്റെ ഈ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുക. എൻ്റെ കുടുംബത്തോട് ഞാൻ ചെയ്ത തെറ്റിന് ഇങ്ങനെയെങ്കിലും പരിഹാരം ചെയ്യണം എന്നൊക്കെ ഒരു ചിന്ത അനുവിൻ്റെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്നൊരു കത്തി എടുത്ത് ഞരമ്പ് മുറിച്ച് സ്വയം മരിക്കാനായിട്ട് അനു ശ്രമം നടത്തുവാണേ. പക്ഷെ അനുവിന് അതിനുള്ള ധൈര്യമൊന്നുമില്ല. എന്നിട്ടും ധൈര്യം സംഭരിച്ച് അച്ഛൻ്റെ അമ്മയുടെയും വാക്കുകൾ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരുത്തി മരിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് നമ്മുടെ മീനു അവിടേക്ക് കയറി വരുന്നത്. അപ്പോൾ അനു എന്ന് പറഞ്ഞ് മീനു വിളിക്കുക. അപ്പോൾ പെട്ടെന്ന് ഞെട്ടി അനുവിൻ്റെ കയ്യിലിരുന്ന കത്തി താഴേക്ക് വീഴുക. നീ എന്താടി ചെയ്യാൻ പോയത് എന്ന് മീനു ചോദിക്കുക. അതെന്നും പറഞ്ഞ് കരഞ്ഞോട് നിൽക്കുക. നിന്നോട് അനുമോളെ ചോദിച്ചത് നീ എന്താ ചെയ്യാൻ പോയതെന്ന്. എനിക്കിനി ജീവിക്കണ്ട മീനു ചേച്ചി. ഈ കുടുംബം ഇതുപോലെ നശിച്ചു പോകാൻ കാരണം ഞാൻ ഒറ്റ ഒരുത്തിയല്ലേ. ഞാൻ ആലോകിനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദേവിയെടുത്തേക്കും ആനന്ദേട്ടനും അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ഈ കുടുംബത്തിലെ മുഴുവൻ സമാധാനവും പോയി. അച്ഛനും അമ്മയും ഇതുപോലെ തകർന്ന് കാണാൻ കാരണം ഞാൻ ഒറ്റ ഒരുത്തിയാ. എനിക്കിനി ജീവിക്കണ്ട എന്നും പറഞ്ഞ് പൊട്ടിക്കരയോ.
അത് കാണുന്ന മീനു പറയും, നീ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയ്ക്ക് സമാധാനം കിട്ടുമോ മോളെ? നീ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത്? നീ ഒരു കാരണമായി എന്നുള്ളത് ശരിയാ എന്നും കരുതി ആ കുഞ്ഞിന് ഇത്രയും ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കരുതുക. ദേവിയെടുത്തെയും ആനന്ദേട്ടനും ഒക്കെ ആ ദുഃഖങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. നീയും കൂടി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ അച്ഛനും അമ്മയ്ക്ക് സമാധാനം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മയും അച്ഛനും എത്ര പാവമാണെന്ന് നിനക്കറിയാവുന്നതല്ലേ? നമ്മൾ മക്കളെയൊക്കെ എത്രമാത്രം അവർ സ്നേഹിക്കുന്നത്. ഈ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പാവം അച്ഛനും അമ്മയാ നമ്മുടേത്. അവരെ നീ വേദനിപ്പിക്കാനാണോ നോക്കുന്നത് എന്ന് ചോദിക്കുക. പിന്നെ ഞാൻ എന്താ മീനു ചേച്ചി ചെയ്യേണ്ടത്? എൻ്റെ അച്ഛനെ അമ്മയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം എനിക്കിനി ഇല്ല എന്ന് പറയാം. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയപ്പം നീ അതിനെപ്പറ്റി ചിന്തിച്ചില്ലായിരുന്നോ? അതൊന്നും നീ ആലോചിക്കണ്ട. ചിലപ്പം അച്ഛനും അമ്മയും നിന്റെ മുഖം തിരിക്കുമായിരിക്കും, പക്ഷെ ഒരിക്കലും നിന്നെ മറന്ന് ജീവിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല. നീ അവരുടെ മുന്നിൽ പോയി നിന്റെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചാൽ അവരുടെ മനസ്സലിയും. നിനക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. അല്ലാതെ അവരെ രണ്ടുപേരെ വീണ്ടും തീരാ ദുഃഖത്തിലേക്ക് നീ നയിക്കുകയല്ല വേണ്ടതെന്നും പറഞ്ഞ് മീനു അനുവിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പം നിന്റെ ഈ മരണം കൊണ്ട് വീണ്ടും ഈ കുടുംബത്തിൽ കൂടുതൽ നഷ്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. നീ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ഇല്ലായ്മയിൽ ഞങ്ങൾ വേദനിച്ച് ജീവിക്കും. അച്ഛനും അമ്മയും ചിലപ്പം നിനക്ക് പിറകെ അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കും. ഇതൊക്കെയാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മീനുവിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ അനു പൊട്ടിക്കരയാണ് കേട്ടോ. മീനു ചേച്ചി, ഞാൻ എന്താ ചെയ്യുക? എങ്ങനെയാ ഞാൻ ചെയ്ത ഈ പാപത്തിന്റെ കറ എന്നിൽ നിന്ന് കളയുക എന്ന് പറയാ? ഒരു കുഞ്ഞ്, അതിന് ജീവിക്കാനുള്ള അവകാശത്തെ അല്ലേ ഞാൻ ഇല്ലാതാക്കിയത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ. നീ ചെയ്തു പോയ കാര്യത്തെപ്പറ്റി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അച്ഛനോടും അമ്മയോടും നീ ഒരു ഉറപ്പ് കൊടുക്കുക, ഇനി അലോകുമായിട്ട് ഒരു ബന്ധവും തുടരില്ലെന്ന്. അതുമാത്രമല്ല, ഏടത്തെയും ആനന്ദേട്ടനെയും ഈ പടുകുഴിയിൽ നിന്ന് നമുക്ക് കരകയറ്റണം. അതിന് എല്ലാവരോടൊപ്പം നീയും മുന്നിൽ നിൽക്കണം എന്ന് പറയാം. ഇല്ല മീനു ചേച്ചി, എനിക്ക് ദേവിയെടുത്തിയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും ഇല്ല എന്ന് പറയാം. ഏതെടുത്തിയുടെ അടുത്ത് ചെന്ന് നീ മനസ്സ് തുറന്ന് മാപ്പ് പറയണം. അപ്പം തന്നെ നിന്റെ മനസ്സിന് ശാന്തി ലഭിക്കും. നമ്മുടെ ദേവിയെടുത്തെ നമുക്കറിയാലോ, അങ്ങനെ ദേഷ്യം കാണിക്കാനൊന്നും ആ പാവത്തിനറിയില്ല എന്ന് മീനു പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേവിയുടെ അടുത്ത് പോയി മാപ്പ് പറയാമെന്നും ദേവിയോട് മനസ്സ് തുറന്ന് സംസാരിക്കുമെന്നും ഒക്കെ മീനുവിന് അനു വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അനു ഒരു വിധത്തിൽ ആ മരണം എന്നുള്ള ചിന്ത അവിടെ വിടുകയാണ് കേട്ടോ. അപ്പം മീനുവിന് ആശ്വാസം ആവുകയാണ്. കരഞ്ഞ് അനു ആണെങ്കിൽ അവളുടെ സങ്കടങ്ങളെല്ലാം ഒഴുക്കി കളയാണ് കേട്ടോ. അപ്പം അവൾ കരഞ്ഞോട്ടെ, അങ്ങനെയെങ്കിലും സങ്കടങ്ങൾ തീരട്ടെ എന്ന് മീനും കരുതുവാണേ. ഇതേ സമയം ദേവി തൻ്റെ മുറിയിൽ ആകെ ദുഃഖിതയായിട്ടിരിക്കുക. ആനന്ദേട്ടൻ്റെ ഈ രീതിയിലുള്ള പെരുമാറ്റം ദേവിയെ ആകെ തകർത്ത് കളയാണ് കേട്ടോ. ദേവി ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനൊരു അവസ്ഥയിൽ ആനന്ദ് തന്നെ ഇത്രയും അവഗണിക്കുമെന്ന്. ആനന്ദിൻ്റെ സ്നേഹവും സാമീപ്യവും മാത്രമാണ് ദേവി ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് തരാതെ തീർത്തും തന്നോട് ദേഷ്യത്തോടെ പെരുമാറുന്ന ആനന്ദിനെ പറ്റി ഓർക്കുമ്പം ദേവിക്ക് ഒരുപാട് സങ്കടം വരിക. അപ്പോഴാണ് നമ്മുടെ അനുവാണെങ്കിൽ ദേവിയുടെ അടുത്തേക്ക് വരുന്നത്. അനുവിനെ കാണുമ്പം ദേവി ഒന്നും മിണ്ടാതെ നിസ്സംഗതയോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. എടത്തി എന്ന് പറഞ്ഞ് ദേവിയുടെ കാലി പിടിച്ച് അനു പൊട്ടിക്കരയൂട്ടോ. എന്നോട് ക്ഷമിക്കുക എടത്തി, ഞാൻ കാരണമാണ് ഈ ദുഃഖങ്ങളൊക്കെ എടത്തിക്ക് വേട്ടനും ഉണ്ടായത്. എന്നോട് ക്ഷമിക്കുക, എൻ്റെ അറിവില്ലായ്മ കണ്ട് ക്ഷമിക്കുക എടത്തി, എനിക്ക് മാപ്പ് തരണേ എന്നും പറഞ്ഞ് കരയാണ് കേട്ടോ. അപ്പോൾ ദേവി ഒന്നും മിണ്ടില്ലേ. അപ്പം പറയും, എടത്തി ഒരു വാക്കെങ്കിലും എന്നോട് മിണ്ടെടുത്തി, അല്ലെങ്കിൽ എന്നെ ഒന്ന് തല്ല്, അങ്ങനെയെങ്കിലും എനിക്കൊന്ന് സമാധാനം കിട്ടാനാ എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എടത്തി എന്ന് പറഞ്ഞ് വീണ്ടും കരയാണ് കേട്ടോ. അപ്പോൾ അനുവിൻ്റെ പദം പറഞ്ഞുള്ള കരച്ചിലൊക്കെ കേട്ടുകൊണ്ട് ഒരാൾ കൂടിയുണ്ട്. നമ്മുടെ ആര്യൻ ദേവിയുടെ റൂമിന്റെ വാതിക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അനു എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ആര്യൻ കാതോർത്ത് നിൽക്കും. അപ്പം അനുവിന്റെ കരച്ചിലിനിടയിൽ അലോക് വീട്ടിൽ വന്നതും ദേവിയുടെ വയറ്റിൽ ചവിട്ടിയ കാര്യവും ഒക്കെ അനുമോൾ വിളിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട അലോകിനോടും അനുവിനോടും ആര്യന് വല്ലാത്ത ദേഷ്യം വരിക. മുറിയിലേക്ക് കയറി ചെന്ന് അനുവിന്റെ കവിളത്ത് ഒറ്റ അടി കൊടുക്കുക. നീ ആണോടി ഇതിനൊക്കെ കാരണക്കാരി? നീ ആ അലോകിനെ വിളിച്ച് ഈ വീട്ടിൽ കയറ്റിയാണല്ലേ ഏടത്തിക്കും ഏട്ടനും ഇത്രയും വലിയ നഷ്ടമുണ്ടായത്, ഈ കുടുംബത്തെ തീരാ ദുഃഖത്തിലേക്ക് നീ വീഴ്ത്തിയത് എന്നും ചോദിച്ച് അനുവിനെ വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുക. അത് കാണുമ്പോൾ ദേവി എഴുന്നേറ്റ് വന്ന് പറയും, ആര്യ അവളെ ഒന്നും ചെയ്യല്ലേ ആര്യ, അവളൊന്നും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ. ഏടത്തി ഒന്നും പറയണ്ട, ഏടത്തി ഇവളെ രക്ഷിക്കാനും നോക്കണ്ട. ഇവളെ അതിനൊന്നും ഏടത്തിയുടെ സ്നേഹവും പരിഗണനയും ഒന്നും അർഹിക്കുന്നില്ല. അത്രയും വലിയ ചതിയല്ലേ നമ്മളെല്ലാവരോടും ഇവളെ ചെയ്തു കൂട്ടിയത്. നമ്മുടെ കുടുംബത്തെ തന്നെ തകർക്കാൻ നോക്കിയിട്ട് ഇവളെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് വലിച്ചഴിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. എന്നിട്ട് മുറി കൊണ്ടുപോയിട്ട് ഹനുവിനിട്ട് നല്ല അടി കൊടുക്കുക. നീ എന്തൊക്കെ അടി ചെയ്തു കൂട്ടിയിരിക്കുന്നത്? നിനക്ക് സ്നേഹിക്കാൻ ഈ ലോകത്ത് വേറെ ആരും കിട്ടാഞ്ഞിട്ടാണോ അവൻ്റെ പിന്നാലെ നീ പോയത്? അതും പോരാഞ്ഞിട്ട് ആ
ഭാവനയെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുന്നു. ഏടത്തിയുടെ കുഞ്ഞിനെ രണ്ടുപേരും കൂടി കൊന്നപ്പോൾ നിനക്കൊക്കെ സമാധാനം ആയോടി എന്ന് ചോദിക്കുക. അപ്പം ആര്യൻ്റെ വാക്കുകൾ കേട്ട് നമ്മുടെ അനു ആകെ സങ്കടപ്പെട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം കരയുന്ന അനുവിനെ വീണ്ടും തല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് മീനു അവിടേക്ക് വരിക. ഒരു വിധത്തിൽ ആര്യനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. മീനു മാത്രമല്ല നമ്മുടെ ബാലനും ഗോമതിയും ഒക്കെ വരികയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറയണമെന്നറിയാതെ ബാലൻ ഇങ്ങനെ നിൽക്കുകയാണ്. അനു അടിക്കെല്ലാം അർഹയാണെന്നുള്ള കാര്യം ബാലനും അറിയാം. ഗോമതി പിടിച്ചു മാറ്റാനായിട്ട് നോക്കും. നീ എന്താടാ ഈ കാണിക്കുന്നത്? ഇങ്ങനെ തല്ലിയ ഇവള് ചത്തുപോകും എന്ന് പറയാ. ഇവള് ചത്തു പോട്ടെ അമ്മേ, അതാ ഇതിലും ഭേദം. അത്രയ്ക്കും വലിയ തെറ്റ് ചെയ്തിട്ട് ഇവള് നിൽക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുക. നമ്മുടെ കുടുംബത്തെ ഈ വിധത്തിൽ തകർക്കാൻ നോക്കിയ ഇവളോട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരു വിധത്തിൽ ആരിനെ സമാധാനിപ്പിക്കുക. അതേസമയം നമ്മുടെ അനുമോള് കുറ്റബോധം കൊണ്ട് നീറി നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും